2026 പേലോഡുകൾ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഒരുങ്ങി സ്പേസ് എക്സ്. നീക്കം സ്റ്റാർഷിപ്പിന്റെ പരീക്ഷണ വിക്ഷേപം വിജയകരമായതോടെ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് സ്റ്റാർഷിപ്പിന്റെ 10ാമത് പരീക്ഷണ വിക്ഷേപണ ദൗത്യം പൂർത്തിയായത്. സ്റ്റാർഷിപ്പിന്റെ റോക്കറ്റ് ബൂസ്റ്ററിനെ പുനരുപയോഗിക്കാനാകും വിധം സുരക്ഷിതമായി ഇറക്കിയിരുന്നു. വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടായില്ലെങ്കിൽ അടുത്ത വർഷം 100 ടൺ ഭ്രമണപഥത്തിലെത്തിക്കുകയും സ്റ്റാർഷിപ്പിന്റെ റോക്കറ്റ് ബൂസ്റ്ററും സ്റ്റാർഷിപ്പും പിടിച്ചിറക്കുകയും ചെയ്ത സ്റ്റാർഷിപ്പിന്റെ പൂർണ്ണമായ പുനരുപയോഗ ശേഷി സ്പേസ് എക്സ് പ്രദർശിപ്പിക്കുമെന്ന് മസ്ക് പറഞ്ഞു. നിരവധി പരാജയങ്ങൾക്കൊടുവിലാണ് സ്റ്റാർഷിപ്പിന്റെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത്. പേലോഡുകൾ ഭ്രമണപഥത്തിൽ വിന്യസിക്കുന്നതും നിയന്ത്രിതമായി സമുദ്രത്തിൽ ഇറക്കുന്നതും വിജയകരമായി പൂർത്തിയാക്കി. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ബൂസ്റ്ററുകളുടെ ലാൻഡിംഗ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകം യന്ത്രക്കൈകൾ ഉപയോഗിച്ചാണ് സ്റ്റാർഷിപ്പിന്റെ റോക്കറ്റ് ബൂസ്റ്റർ സുരക്ഷിതമായി താഴെയിറങ്ങുന്നത്. 10ാം പരീക്ഷണ ദൗത്യത്തിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് വിളിക്കുന്ന സ്റ്റാർഷിപ്പ് ഭാഗം കടലിൽ ഇടിച്ചിറക്കുകയായിരുന്നു. ഇതിനു പകരം ബൂസ്റ്ററിനെ പോലെ തന്നെ സ്റ്റാർഷിപ്പും പ്രത്യേക യന്ത്രക്കൈകളിൽ പിടിച്ചിറക്കാനായിരുന്നു സ്പേസ് എക്സിന്റെ പദ്ധതി. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യരെ എത്തിക്കുന്നതിനുള്ള ദൗത്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്റ്റാർഷിപ്പ് വികസിപ്പിക്കുന്നത്. ഇതിനു പുറമെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് സാധാരണക്കാർക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയും സ്റ്റാർഷിപ്പ് ഉപയോഗിക്കാൻ മസ്കിന് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ തകർപ്പൻ ഫീച്ചറുകളുമായി ആപ്പിളിന്റെ പുതിയ വാച്ച് അവതരിപ്പിച്ചു. ഇതോടൊപ്പം പുതിയ എയർപോഡും ആപ്പിൾ പുറത്തിറക്കി. ആപ്പിളിന്റെ പുതിയ എയർപോഡ് പ്രോ 3 ഇയർബഡ്സും 3 ആപ്പിൾ വാച്ച് മോഡലുകളും ലോഞ്ച് ചെയ്തു. ലൈവ് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ ഞെട്ടിക്കുന്ന ഫീച്ചറുകളുമായി എത്തിയ എയർപോഡ് പ്രോ 3യുടെ വില $249. 5G കണക്ടിവിറ്റി, വേഗത്തിലുള്ള ചാർജിംഗ്, ഹെൽത്ത് ട്രാക്കറുകൾ തുടങ്ങിയ ഫീച്ചറുകളാൽ സമ്പന്നമാണ് വാച്ചുകൾ. ആപ്പിൾ വാച്ച് സീരീസ് 11, ആപ്പിൾ വാച്ച് SE3, ആപ്പിൾ വാച്ച് അൾട്രാ 3 എന്നിങ്ങനെ 3 വാച്ച് മോഡലുകളാണ് പുറത്തിറക്കിയത്. സീരീസ് 11-ന് $399, SE3-ക്ക് $249, അൾട്രാ 3-ക്ക് $799 വില. ആപ്പിൾ ഇന്റലിജൻസ് ഉപയോഗിച്ച് ലൈവ് ട്രാൻസ്ലേഷൻ സാധ്യമാണെന്നതാണ് മറ്റൊരു പ്രധാന ഫീച്ചർ. അറിയാത്ത ഭാഷകളിലുള്ള ആശയവിനിമയം ഇത് എളുപ്പമാക്കും. ഉപയോക്താവ് സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ഭാഷയിലെ സ്ക്രിപ്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഐഫോണിൽ കാണിക്കാനും സാധിക്കും. സംസാരിക്കുന്ന രണ്ടുപേരും എയർപോഡ് പ്രോ 3 ഉപയോക്താക്കളാണെങ്കിൽ ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ കൂടുതൽ ഫലപ്രദമാകുമെന്ന് ആപ്പിൾ പറയുന്നു. 5G സാങ്കേതിക വിദ്യയുമായാണ് ആപ്പിൾ വാച്ച് സീരീസ് 11 പുറത്തിറക്കിയിരിക്കുന്നത്. ലിക്വിഡ് ഗ്ലാസ് ഡിസ്പ്ലേയുമായാണ് വാച്ച് എത്തുന്നത്. രക്തസമ്മർദ്ദം വിലയിരുത്തി അവലോകനം ചെയ്ത് ഹൈപ്പർ ടെൻഷൻ മുന്നറിയിപ്പ് നൽകും. ഉറക്കക്കുറവ് മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം ഉറക്കത്തിന്റെ ഗുണനിലവാരവും അളന്ന് വിവരം നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോൺ ഉപഭോക്താക്കൾക്ക് ലൈവ് ഫോട്ടോ ഫീച്ചറുമായി വാട്സാപ്പ്. വരാനിരിക്കുന്ന iOS അപ്ഡേറ്റുകളിൽ ഈ ഫീച്ചർ ഉൾപ്പെടുത്തും. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിൽ ലൈവ് ഫോട്ടോകൾ അയക്കുമ്പോൾ അവ സ്റ്റാറ്റിക് ഇമേജുകളോ ജിഫുകളോ ആയി മാറുന്നുവെന്ന് ഐഫോൺ ഉപഭോക്താക്കൾ വളരെ കാലമായി പരാതിപ്പെടുന്നു. ഇതുമൂലം ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോ പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നഷ്ടമാകാറുണ്ട്. ഇപ്പോൾ വാട്സാപ്പ് ഒരു പുതിയ അപ്ഡേറ്റിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. ഉപയോക്താക്കൾ ലൈവ് ഫോട്ടോകൾ അയക്കുമ്പോൾ അവ പൂർണ്ണ വിശദാംശങ്ങളുമായി എത്തും. തംബ്നെയിൽ ഒരു ചെറിയ ലൈവ് ഫോട്ടോ ഐക്കണും ദൃശ്യമാകും. റിസീവർ ഫോട്ടോയിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഡൈനാമിക് പ്ലേബാക്കിൽ പ്ലേ ചെയ്യും. പ്രത്യേകത എന്തെന്നാൽ റിസീവർ ഈ ഫോട്ടോ സേവ് ചെയ്താൽ അത് iOS ഫോട്ടോസ് ആപ്പിലും ഒരു ലൈവ് ഫോട്ടോയെ തുടരും. ഈ അപ്ഡേറ്റിലൂടെ വാട്സാപ്പ് ഒരു പ്രധാന സാങ്കേതിക പിഴവ് നീക്കം ചെയ്തു. ഇപ്പോൾ ഐഫോണിൽ നിന്ന് അയക്കുന്ന ലൈവ് ഫോട്ടോകൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ മോഷൻ ഫോട്ടോകളുമായി ദൃശ്യമാകും. അതുപോലെ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾ അയക്കുന്ന മോഷൻ ഫോട്ടോകൾ ഐഫോണിൽ ലൈവ് ഫോട്ടോകളായി ദൃശ്യമാകും. ഈ മെച്ചപ്പെടുത്തൽ ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്ത അനുഭവം നൽകും. ഇത് 2 പ്ലാറ്റ്ഫോമുകളിലും ഉള്ളടക്കം പങ്കിടുന്നത് എളുപ്പവും കൃത്യവുമാക്കുന്നു. നിലവിൽ ഈ സവിശേഷത iOS ബീറ്റ ടെസ്റ്റർമാരുടെ ഒരു പരിമിത ഗ്രൂപ്പിന് മാത്രമേ നൽകിയിരിക്കുകയാണ്. പൊതുജനങ്ങൾക്കായി ഇത് എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ടെസ്റ്റർമാരിൽ നിന്നുള്ള മികച്ച പ്രതികരണം കണക്കിലെടുക്കുമ്പോൾ വരാനിരിക്കുന്ന iOS അപ്ഡേറ്റുകളിൽ ഈ ഫീച്ചർ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.